ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വണ്ടി ഇന്നലെ ഒന്ന് ആക്സിഡൻ്റ് ആയിട്ടോ. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ കാലായിട്ട് പറ്റിയിട്ടൊന്നുമില്ല. ഈ ഒരു മിറർ പൊട്ടിപ്പോയി റൈറ്റ് സൈഡിലെ. അപ്പോൾ ഇതൊന്ന് മാറ്റണം എന്തായാലും. അപ്പോൾ പുതിയത് വാങ്ങിക്കണോ അതോ സെക്കൻഡ് ഹാൻഡ് മതിയോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. ഏതായാലും ഞാൻ കോഴിക്കോട് കൊട്ടയിൽ വന്നതാണ് കേട്ടോ. കൊട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾക്ക് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭയങ്കര റേറ്റുമാണ്. അവർ വായി തോന്നുന്ന റേറ്റ് പറയും. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്തൊക്കെ വേണം വാങ്ങാനായിട്ട് എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരികയാണ് ഇങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ പോയോക്കട്ടെ വിചാരിച്ചു. അവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അപ്പോൾ ബൈക്കിൻ്റെ ആയിക്കോട്ടെ, ഓട്ടോ, അതുപോലത്തെ വണ്ടികൾ, ലോറികളുടെയും കാറിൻ്റെ ഒക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ആദ്യം ഷോപ്പ് കയറി, അവിടെ നിന്ന് സാധനം കിട്ടിയില്ല. നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റുന്നവർക്ക് നല്ല റേറ്റ് കുറച്ച് കിട്ടുന്ന സാധനം കിട്ടുന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും ഞാനും നോക്കട്ടെ, എനിക്ക് അത്ര ബാർഗെയിൻ ചെയ്ത് പരിചയമൊന്നുമില്ല. എന്തായാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം 1-2 ഷോപ്പിൽ കയറി, പക്ഷെ അവിടെ ഒന്നും സാധനം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളർ തന്നെ കിട്ടണം, അതല്ലെങ്കിൽ പിന്നെ ബ്ലാക്കിലാണ് ഇത് വരുന്നത്. ബ്ലാക്കിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ വൈറ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ നല്ലതായി വെച്ചിട്ട് ഞാനിപ്പോൾ ഇതാ കുറേ ഷോപ്പുകളിൽ കയറി നോക്കി. അവസാനം സ്റ്റെപ്പ് കയറി മുകളിലേക്കൊന്ന് പോയി നോക്കട്ടെ, അവിടെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്റ്റെപ്പ് കയറി പോവാണ്. കുറച്ച് മുകളിലേക്ക് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ കയറി അവിടെ നോക്കിയപ്പോൾ അവിടെ സാധനം ഉണ്ട് കേട്ടോ. അവിടെ സംഭവം ഉണ്ട്, പക്ഷേ റേറ്റാണ് പ്രശ്നം. ഇവിടെ ഒരു ബായിയാണുള്ളത്. അപ്പോൾ ബായിയോട് ചോദിച്ചപ്പോൾ ബായി ഓണർ വിളിക്കുന്നുണ്ട്. ഓണർ വിളിച്ചിട്ട് ഇപ്പോൾ റേറ്റ് അറിയാൻ പറ്റും. റേറ്റ് എത്രയാണെന്ന് ചോദിച്ചോട്ടെ. 1200 वो तो बहुत ज्यादा है। 1200 तो बहुत ज्यादा है। तो नया मिलता है ना उसमें वही रेट पे। वो नया है मेरे पास। ഇവനിതിന് പറഞ്ഞിരിക്കുന്ന റേറ്റ് 1200 രൂപയാണ് കേട്ടോ. 1200 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ്. ഞാൻ അവനോടൊരു 800 രൂപയ്ക്ക് ചോദിച്ചു നോക്കി, പക്ഷെ അവൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇറങ്ങി അടുത്ത ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പല സ്ഥലത്തും സാധനം ഇല്ല, അതാണ് പ്രശ്നം. എൻ്റെ വണ്ടി കുറച്ച് പഴയ മോഡലായതുകൊണ്ട് തന്നെ സാധനങ്ങൾ കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ എന്നാലും നോക്കാം. വേറൊരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. അവിടെ ഒരു ചേട്ടനുണ്ട്, ആ പുള്ളി ഇപ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പുള്ളിയുടെയും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് ബാക്കി നോക്കാം. പുള്ളി പറയുന്നത് പുതിയത് ഉണ്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്ര പോരാട്ടോ സാധനം. ആ സാധനം നോക്കിയിട്ട് പറയാമെന്നാണ് പറയുന്നത്. ഫ്രഷ് എന്തായാലും പുള്ളിയുടെ കയ്യിലില്ല. റൈറ്റ് സൈഡ് ഡ്യൂപ്ലിക്കേറ്റ് ആണുള്ളത്. ഡ്യൂപ്ലിക്കേറ്റിന് ഒരു 800 രൂപയാണ് അവർ പറയുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത സാധനം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചത്. ആ പുള്ളി എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റ് ആവില്ലേ? അപ്പൊ സ്റ്റിക്കർ ചെയ്യണല്ലേ? ഏത് മറ്റേനോ? അതല്ലേ, ഇതാകുമ്പോ സ്റ്റിക്കർ 100 ആ ശരി. ആ ഓക്കെ ഓക്കെ. ഇതിപ്പോ സ്റ്റിക്കറിങ് ചെയ്യണല്ലേ? ചെയ്യണമെന്നുള്ളൂ. ഇങ്ങനെ കൊണ്ടുപോയിട്ട് വണ്ടിന്റെ കളറിന് ഒരു ചെയ്തു തരും. ആ ആ ആ ഓക്കെ. മറ്റേതാകുമ്പോ 1100 രൂപ ഫിറ്റാക്കണമെങ്കിൽ ചോദിച്ചോട്ടെ. ഞങ്ങള് കുറച്ച് ലാസ്റ്റ് ഇട്ട് പറയാം. ബ്ലാക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. മറ്റേ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു വൈറ്റ്, അതും ഇയാളുടെ തന്നെയാണ് ഷോപ്പ്. അപ്പോൾ അതിന് റേറ്റ് കുറച്ച് തരാൻ പറ്റുമെന്നുള്ള ചോദിക്കാൻ വേണ്ടി ചേട്ടൻ പോയിട്ടുണ്ട്. നോക്കട്ടെ എന്തായാലും. 1000 രൂപ എന്താണെങ്കിലേ ഞാൻ സെറ്റാക്കാം നമുക്ക്. ബ്ലാക്ക് വേണ്ട, അതിന് പിന്നെ നമ്മളെ സ്റ്റിക്കർ ഒട്ടിക്കാൻ നിൽക്കണ്ടേ? പെയിന്റിങ് നിങ്ങൾക്ക് ഓൾറെഡി ആ സാധനം അങ്ങനെ തന്നെ വരുന്നല്ലേ? അതാ 1000 രൂപയ്ക്ക് അത് ഈ സാധനത്തിലോ? അത് പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പണിയല്ലേ? അതാ മറ്റാകുമ്പോ നേരിട്ടൊക്കെ വിറ്റാക്കിയാണ്. ഇത് പ്രശ്നമാണ്. ഇത് കണ്ടുമ്പോ ലോക്കലാണ് സാധനം, കാണുമ്പോ തന്നെ അറിയാലോ നമുക്കത്. ബ്ലാക്ക് ഇല്ല അവിടെ ഉള്ളു, മറ്റേനുള്ളൂ. നിങ്ങള് ഫിറ്റ് ഒന്നും ചെയ്യണ്ട, സാധനം തന്നാ മതി. 1500 രൂപയ്ക്ക് ഫിറ്റ് ചെയ്ത് തരാമേനു. ഫിറ്റ് ഒന്നും വേണ്ട, അതൊക്കെ ഫിറ്റ് ചെയ്യാണ്. അത് ഞാൻ പറഞ്ഞ ഞങ്ങള് കുറച്ച് നാളെ നിങ്ങൾ 1000 രൂപയ്ക്ക് തരുന്നത്. 1200 പറഞ്ഞ സാധനത്തിന് ഞാൻ 1000 പറഞ്ഞു നോക്കി ഫൈനലി. പക്ഷെ അതിന് മുമ്പിൽ തരാൻ തയ്യാറായില്ല. 1200 തരാമെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഞാൻ പുതിയത് വാങ്ങാൻ വിചാരിച്ചു, അതായിരിക്കും നല്ലത്.
അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് കൊട്ടയിലെ അവസ്ഥ കേട്ടോ. ഇവർ ഒരു റേറ്റ് പറയും, ആ റേറ്റിൽ ബാർഗെയിൻ ചെയ്ത് നമ്മൾ വാങ്ങണം. വാങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ. ഇനി അതല്ല, ചിലപ്പോൾ നമ്മൾ ഇവിടുത്തുകാരല്ലാന്നോ നമ്മുടെ ലാംഗ്വേജിലോ എന്തെങ്കിലുമൊക്കെ മാറ്റം കാണണമെന്നുണ്ടെങ്കിൽ ഒരു എന്തായാലും റേറ്റ് കൂട്ടി പറയും. അപ്പോൾ കൊട്ടയിൽ നിന്ന് വാങ്ങാൻ അത്ര ലാഭകരം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ.